ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോൺ ഏജിൻ്റെ കുറച്ച് MCQs ആണ്. 2 പാർട്ടായിട്ട് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഒരു 20-25 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് പാർട്ടിലും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാൽക്കോലിത്തിക് ഏജ് ഇസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ അയൺ ഏജ്, ഓപ്ഷൻ ബി സ്റ്റോൺ ഏജ്, ഓപ്ഷൻ സി കോപ്പർ ഏജ്, ഓപ്ഷൻ ഡി നിയോലിത്തിക് ഏജ്. കറക്റ്റ് ആൻസർ എന്താണ്? കോപ്പർ ഏജ്. ചാൽക്കോലിത്തിക് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കാൽക്കോസ് ആൻഡ് ലീത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. അപ്പോൾ കാൽക്കോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ എന്നാണ്, അതുകൊണ്ടാണ് അതിനെ കോപ്പർ ഏജ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ, ദ ക്രെഡിറ്റ് ഓഫ് ദ ഡിസ്കവറി ഓഫ് ദ ഫസ്റ്റ് പാലിയോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഓപ്പൺ ദ ഫീൽഡ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡീസ് ഇൻ ദ കൺട്രി ഗോസ് ടു ബുർക്കിറ്റ്, ഡി ടെറ ആൻഡ് പാറ്റേഴ്സൺ, റോബർട്ട് ബ്രൂസ് ഫൂട്ട്, HT സംഗാലിയ. ഇന്ത്യയിലെ ആദ്യത്തെ പാലിയോലിത്തിക് സൈറ്റ് ഡിസ്കവർ ചെയ്തത് ഇതിൽ ആരാണ്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, റോബർട്ട് ബ്രൂസ് ഫൂട്ട്. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആണ്. തേർഡ് വൺ, ചിരന്ത് ഇൻ ബിഹാർ ഈസ് എ ലോവർ പാലിയോലിത്തിക് സൈറ്റ്, മീസോലിത്തിക് സൈറ്റ്, മിഡിൽ പാലിയോലിത്തിക് സൈറ്റ്, നിയോലിത്തിക് സൈറ്റ്. ബീഹാറിലുള്ള ചിരന്ത് എന്ന് പറയുന്ന സൈറ്റ് ഏതിൽ പെടുന്നതാണ്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, നിയോലിത്തിക് സൈറ്റ്. നിയോലിത്തിക് സൈറ്റ് ആണ്. Fourth one, which of the following is also known as microlithic period? Option A Paleolithic, option B Mesolithic, option C Neolithic, option D Chalcolithic. Correct answer is option B Mesolithic. Mesolithic period characteristic tool ആണ് microliths എന്ന് പറയുന്നത്. Fifth one, which was the first metal used by man? Copper, silver, bronze, brass. Correct answer is option A, copper. Which rock shelter in India bears largest number of paintings? ഇന്ത്യയിൽ ഏത് റോക്ക് ഷെൽട്ടറിലാണ് ഏറ്റവും കൂടുതൽ പെയിന്റിങ്സ് ഉള്ളത്? ഓപ്ഷൻ എ ഖഗാരിയ, ഓപ്ഷൻ ബി ഭീംബേദ്ക, ഓപ്ഷൻ സി ലഖാഹിയ, ഓപ്ഷൻ ഡി ആദംഘർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഭീംബേദ്ക. Seventh one, during the period of prehistory, people developed the ability to option A farm the land, option B trade, option C use fire, option D gather plants and seeds. Prehistoric ടൈമിൽ ആൾക്കാർ അവരുടെ ഏത് കഴിവിനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? ഫാം ദ ലാൻഡ് അല്ല, കാരണം അന്നേരം അഗ്രികൾച്ചർ അവർ തുടങ്ങിയിട്ടില്ല, അഗ്രികൾച്ചർ ഒന്നുമില്ല. ട്രേഡ് അല്ല, ട്രേഡും ആ സമയത്തില്ലായിരുന്നു. ഓപ്ഷൻ ഡി നോക്കുവാണെങ്കിൽ ഗ്യാദർ പ്ലാന്റ്സ് ആൻഡ് സീഡ്സ്, അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ഗ്യാദറിംഗ് എന്ന് പറയുന്നത് അവരുടെ ഓക്യുപ്പേഷൻ ആണ്, അതിന് പ്രത്യേകമായിട്ട് എബിലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, യൂസ് ഫയർ. അവർ ആദ്യം ഫയർ കണ്ടുപിടിച്ചു, പക്ഷെ അതിന്റെ ഉപയോഗം എന്തെന്ന് അറിയത്തില്ല, പിന്നീടാണ് അവർക്ക് അതിന്റെ ഉപയോഗം മനസ്സിലായത്. സോ ദേ ഡെവലപ്പ് ദ എബിലിറ്റി ടു യൂസ് ഫയർ. Eighth one, with which period do we associate the megaliths? Neolithic, Chalcolithic, Mesolithic, Pleistocene. ഏത് പീരീഡുമായിട്ടാണ് മെഗാലിത്സിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിലാണ് മെഗാലിത്തിക് ആർക്കിടെക്ചർ ഉണ്ടായിരുന്നത്. മെഗാലിത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബറിയൽസ് ആണ്. Ninth one, hand axe and cleavers were characteristic tools of option A lower Paleolithic age, option B middle Paleolithic age, option C upper Paleolithic age, option D iron age. അപ്പോൾ ഇത് രണ്ടും ഏത് പീരിയഡ്സിലെ ടൂൾസ് ആണ്? ആൻസർ ഈസ് ലോവർ പാലിയോലിത്തിക് ഏജ്, ഓപ്ഷൻ എ. 10th one, a Homo erectus skull was found at one of the following sites. Option A Hathnora in Narmada Valley, option B Hoshangabad in Narmada Valley, option C Begar in Sun Valley, option D Bansgad in Balan Valley. അപ്പോൾ ഇതിൽ ഏത് സൈറ്റിലാണ് ഹോമോ ഇറക്ടസ് സ്കൾ ഫൗണ്ട് ഔട്ട് ചെയ്തത്? ഓപ്ഷൻ എ ഹാത്നോറ ഇൻ നർമ്മദ വാലി. നർമ്മദ വാലിയിലാണ് ആദ്യമായിട്ട് ഹ്യൂമൻ സ്കൾ കണ്ടുപിടിച്ചത്. 11th one, consider the following statements. First statement is AD stands for two Latin words, Anno Domini, meaning in the year of the Lord, that is Christ. Second one, sometimes CE is used
instead of AD and BCE instead of BC. The letters CE stands for Common Era and BCE for Before Common Era. Which of the statements given above is or are correct? അപ്പോൾ ഇത് രണ്ടിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കറക്റ്റാണ് അല്ലേ? കാരണം എ ഡി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡാണ്, ആനോ ഡൊമിനി ആണ്, ഇൻ ദി ഇയർ ഓഫ് ദി ലോർഡ്, ക്രിസ്തു വർഷത്തിൽ, കർത്താവിൻ്റെ വർഷത്തിൽ എന്ന അർത്ഥം വരുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ എ ഡിക്ക് പകരം CE ആണ് യൂസ് ചെയ്യുന്നത്, BCക്ക് പകരം BCE. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇയറ, BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇയറ. രണ്ടും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ബോത്ത് 1 and 2. Next, 12th question. Which among the following places in India where all the Paleolithic, Mesolithic and Neolithic sites are found? അപ്പോൾ ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് ഈ 3 സൈറ്റ്സും കണ്ടെത്തിയിട്ടുള്ളത്, 3 ഏജിൽപ്പെട്ട സൈറ്റ്സും കണ്ടെത്തിയിട്ടുള്ളത് ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ എ ഭീംബേത്ക, ഓപ്ഷൻ ബി ബെയ്ലൻ വാലി, ഓപ്ഷൻ സി ആദംഗർ, ഓപ്ഷൻ ഡി മിർസാപൂർ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ബെയ്ലൻ വാലി. 13th question. Who among the following cultures were the first to paint their pottery? ആരാണ് ആദ്യമായിട്ട് അവരുടെ പോട്ടറി പെയിന്റ് ചെയ്തത്? ഓപ്ഷൻ എ മീസോലിത്തിക്, ഓപ്ഷൻ ബി ചാൽക്കോലിത്തിക്, ഓപ്ഷൻ സി നിയോലിത്തിക്, ഓപ്ഷൻ ഡി അയൺ ഏജ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ചാൽക്കോലിത്തിക്. ചാൽക്കോലിത്തിക് പീരീഡിലാണ് ഫസ്റ്റ് ടൈം പോട്ടറി പെയിന്റ് ചെയ്ത് തുടങ്ങിയത്. 14th one. Period of time in the past before writing was invented. എഴുത്ത് ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ്, കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഉള്ള പീരിയഡിനെ എന്തെന്നാണ് പറയുന്നത്? ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററി, ഓറൽ ട്രഡിഷൻ, നൺ ഓഫ് ദീസ്. എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി പ്രീ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. 15th question. Who among the following is known as father of Indian prehistory? ഇന്ത്യൻ പ്രീഹിസ്റ്ററിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബ്രൂസ് ഫൂട്ട്, സർ വില്യം ജോൺസ്, E.J.H. Mackey, സർ ജോൺ മാർഷൽ. Correct answer is option A, Robert Bruce Foote. 16. Which among the following age marks a very distinct growth in population of human beings compared to other ages? മറ്റുള്ള ഏജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് ഏത് പീരീഡിലായിരുന്നു? ലോവർ പാലിയോലിത്തിക് ഏജ്, അപ്പർ പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, മീസോലിത്തിക് ഏജ്. 17th question. During the New Stone Age, what did farming settlements need in order to develop into cities? അതായത് ന്യൂ സ്റ്റോൺ ഏജ്, നിയോലിത്തിക് പീരീഡിൽ ഫാമിംഗ് സെറ്റിൽമെന്റ്സിന് എന്തായിരുന്നു ആവശ്യമായിട്ട് വേണ്ടിയിരുന്നത്? സിറ്റീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്? എ ഡെപ്പോസിറ്റ് ഓഫ് മിനറൽസ്, ഓപ്ഷൻ ബി മെറ്റൽ ടൂൾസ്, ഓപ്ഷൻ സി എ ഡിപ്പെൻഡബിൾ സോഴ്സ് ഓഫ് വാട്ടർ, ഓപ്ഷൻ ഡി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്. അപ്പം നമുക്കറിയാം ഫാമിങ്ങിന്, കൃഷി ചെയ്യാൻ എന്താണ് ആവശ്യമുള്ളത്? ഇതിൽ ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതാണ് ആവശ്യം വരുന്നത്? വെള്ളമാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, എ ഡിപ്പെൻഡബിൾ സോഴ്സ് ഓഫ് വാട്ടർ. 18. In which of the following places ochre colored pottery culture OCP is mainly found? Option A Western UP, option B Bengal, option C Bihar, option D Eastern UP. അപ്പോൾ OCP കൾച്ചർ ചാൽക്കോലിത്തിക് പീരീഡിലുണ്ടായിരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൾച്ചറായിരുന്നു. അത് എവിടെയാണ് മെയിനായിട്ടും കണ്ടുവന്നിരുന്നത്? വെസ്റ്റേൺ ഉത്തർപ്രദേശിലായിരുന്നു. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, വെസ്റ്റേൺ UP. 19. Bailan Valley, which is known for lower Paleolithic tools, is located in Maharashtra, Gujarat, Rajasthan, Uttar Pradesh. Correct answer is option D, Uttar Pradesh. Uttar Pradeshilana Bailan Valley ulladu. 20. An upper Paleolithic mother goddess made of bone has been obtained from option A Godavari Valley, option B Narmada Valley, option C Sun Valley, option D Bailan Valley. അപ്പോൾ അപ്പർ പാലിയോളിത്തിക് പീരീഡിൽ മദർ ഗോഡസിന്റെ ബോൺ കണ്ടെടുത്തത് എവിടെ നിന്നാണ്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബെയ്ലൻ വാലി. 21. Which among the following was the main occupation of Paleolithic people? പാലിയോളിത്തിക് പീരീഡിൽ ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്തായിരുന്നു? ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. സോ ഓപ്ഷൻ സി
hunting. Agriculture, farming, hunting, fishing. Correct answer is option C, hunting. 22. Consider the following statements. First one. The word India comes from the Indus called Sindhu in Sanskrit. Second one. The name Bharata was used for a group of people who lived in the northwest and who are mentioned in the Rig Veda. Third one. Manuscripts were written by hand. This comes from the Latin word manu, meaning hand, usually written on palm leaf or on the specially prepared bark of a tree known as the birch, which grows in the Himalayas. Which of the following statements given above is or are correct? 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇത് 3ഉം കറക്റ്റ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഇൻഡസ് എന്ന് പറയുന്ന റിവറിൽ നിന്നാണ് വന്നത്. അതിന് സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത്? സിന്ധു എന്നാണ് പറയുന്നത്. ഭാരത എന്ന് പറയുന്ന വേർഡ് ഋഗ്വേദത്തിലാണ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചിരുന്നതാണ് ഭാരത എന്ന് പറയുന്ന ആ ഒരു പേര്. മാനുസ്ക്രിപ്റ്റ്സ് ആണെങ്കിൽ കൈകൊണ്ട് എഴുതുന്നതാണ്. ലാറ്റിൻ വേർഡായ മനു എന്ന വാക്കിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന വാക്കുണ്ടായത്. മനു എന്ന് വെച്ചാൽ കൈ എന്നാണ് അർത്ഥം. ഇത് പനയോലകളിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ വളരുന്ന ഒരുതരം മരത്തിന്റെ തൊലിയിലാണ് എഴുതുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ബിർച്ച്. അപ്പൊ ഇത് 3ഉം കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2 and 3. 23. Which of the following culture is known for grey pottery? Grey potteryക്ക് വേണ്ടി അറിയപ്പെടുന്ന കൾച്ചർ ഏതാണ്? ഓപ്ഷൻ എ മാൽവ കൾച്ചർ, ഓപ്ഷൻ ബി ഈസ്റ്റേൺ നിയോലിത്തിക് കൾച്ചർ, ഓപ്ഷൻ സി ബുർസാഹോം കൾച്ചർ, ഓപ്ഷൻ ഡി ജോർവേ കൾച്ചർ. Correct answer is option C, Burzahom culture. 24. The Gufkral Chalcolithic site is located in which state? ഏത് സ്റ്റേറ്റിലാണ് ഗുഫ്കറൽ എന്ന് പറയുന്ന ചാൽക്കോലിത്തിക് സൈറ്റ് ഉള്ളത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ. ഈ ബുർസാഹോം എന്ന് പറയുന്നതും ജമ്മു കാശ്മീരിൽ തന്നെയാണ്. 25th question. Which of the following statements is incorrect regarding prehistoric art? Prehistoric artനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇൻകറക്റ്റ് ഏതാണ്? ഫസ്റ്റ് വൺ. പാലിയോലിത്തിക് ആൻഡ് മീസോലിത്തിക് പീപ്പിൾ പ്രാക്ടിസ്ഡ് പെയിന്റിംഗ്. അത് കറക്റ്റ് ആണ്. Prehistoric art appears at several places, but Bhimbetka is the most striking site with 500 painted rock shelters. അതും കറക്റ്റ് ആണ്. Many birds, animals and human beings are painted. അതും കറക്റ്റ് ആണ്. ബേർഡ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീയിങ്സ് ഇതിനെല്ലാമായിരുന്നു അവർ പെയിന്റ് ചെയ്തിരുന്നത്. ഓപ്ഷൻ ഡി. ദ പെയിന്റിങ്സ് ഡെപിക്ട് ദ റിലീജിയസ് ബിലീഫ്സ് ഓഫ് ദ പീപ്പിൾ. അതാണ് കറക്റ്റ് അല്ലാത്തത്. ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പെയിന്റിംഗ് പറഞ്ഞിരിക്കുന്നത് അവരുടെ റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചാണ് ആ പെയിന്റിങ്ങിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. The paintings depict the religious beliefs of the people. അപ്പോൾ 25 questions ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വീഡിയോയിലും ഇതുപോലെ കുറച്ച് MCQs ഉണ്ടാവും.